ചോറിന് ഈ ഒരു കറി മാത്രം മതി. ഒരുപാട് കറികളൊന്നും വെച്ച് നമുക്ക് സമയം കളയണ്ട. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വഴുതനങ്ങ കറി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം വീഡിയോ കാണാൻ വേണ്ടി ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കറിയാണെങ്കിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അടുത്തെടുത്ത് വെച്ചിട്ട് വേണം കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് താമസം വരും. ഓരോന്ന് തപ്പിയെടുത്ത് കണ്ടുപിടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേന് പൊടികളും അതും ഇതൊക്കെ കരിഞ്ഞൊക്കെ പോകും. അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം എടുത്ത് അരിയാനുള്ള സാധനങ്ങളും അതുപോലെ പൊടികളൊക്കെ ആണെങ്കിലും എല്ലാം അടുപ്പിച്ചെടുത്ത് വെച്ച് എടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയുമാണ് ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് സവാളയൊക്കെ ഇടുവാണെങ്കിൽ ഒരുപാട് താമസം എടുക്കും ഇത് വഴണ്ട് കിട്ടാൻ. ഇങ്ങനെ ചോപ്പറിലാണെങ്കിൽ അടിച്ചെടുത്തിട്ട് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നമ്മൾ ഇതൊക്കെ വഴറ്റുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് താമസമില്ല. നമ്മളെപ്പോഴും ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ മടിച്ചികളാണ് അല്ലെങ്കിൽ മടിയന്മാരാണ് ഇതുപോലെയുള്ള പെട്ടെന്നുള്ള പണികളൊക്കെ തപ്പി പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ മടി കാരണമല്ല, നമുക്ക് സമയങ്ങൾ ലാഭിക്കാനും പറ്റും. നമുക്ക് ജോലി തിരക്കൊക്കെ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാമല്ലോ. അപ്പം അങ്ങനെ അത് കാരണം കൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എളുപ്പപ്പണികളല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും സവാളയും കൂടെ ആണെങ്കിൽ അരിഞ്ഞെടുത്ത് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും കറിക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. അപ്പം എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് അത് അരച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടിച്ചെടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇത് കറികൾക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഈസിയാണ്. നമുക്കാണെങ്കിൽ നമ്മളെപ്പോഴും ഈസി ആയിട്ട് കറി ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാത്തിനും എളുപ്പമല്ലേ. കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇപ്പോൾ വൈകിട്ടാണെങ്കിലും ഒരു കറി റെഡിയാക്കണം, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് കറി റെഡിയാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂണും അതുപോലെ തന്നെ മല്ലിപ്പൊടി ആണെങ്കിലും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്തേച്ചാൽ മതി. എരിവ് കുറഞ്ഞു പോയിട്ട് തോന്നുവാണെങ്കിലും അഥവാ ചിലർക്കാണെങ്കിൽ എരിവ് അധികം ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം എരി നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വഴറ്റിയെടുത്ത് വെച്ചിരുന്ന ഈ കൂട്ട് നമ്മൾ ആറാൻ വേണ്ടി ചൂടൊന്ന് ആറി കിട്ടാൻ വേണ്ടി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഈ ഒരു കൂട്ട് നമുക്ക് അരച്ചെടുക്കണം. ആ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടേക്കുന്നത് ചെറിയ ജീരകവും പെരിഞ്ജീരകം 2 ജീരകം കൂടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല ഈ ഒരു കൂട്ടുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വരണം. അപ്പം ഞാൻ ഈ ഒരു ജീരകമാണെങ്കിൽ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തത് നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ആണെങ്കിൽ ഇത് തെറിച്ച് ഇതിൻ്റെ അടപ്പയിലൊക്കെ നമ്മൾ ലാസ്റ്റാണ് ഈ പെരിഞ്ജീരകവും അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുമ്പം അതാണെങ്കിൽ അരയുന്ന സമയത്ത് അത് തെറിച്ച് ഈ മിക്സിയുടെ അടപ്പിൽ വന്നിരിക്കും, മൊത്തമായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങയാണെങ്കിൽ കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമയം ഒട്ടും ഇല്ലാതെ അതിൻ്റെ ആ വഴുതനങ്ങയുടെ ചുവടാണെങ്കിൽ ഒരു 4 ഇങ്ങനെ കീറി നമ്മൾ ഇടണം. കാരണം നമ്മൾ എണ്ണയിലിട്ടാണെങ്കിൽ ഇതൊന്ന് മൂപ്പിച്ചിടുന്നത് അതൊന്ന് ഒരു നന്നായിട്ട് വേവിച്ച് വഴറ്റിയെടുക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ
ഈ എണ്ണയിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ വെള്ളമയം, പിന്നെ അതുപോലെ ഞാൻ ഈ അടച്ചു വെക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് കേട്ടോ എണ്ണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു പരിചയമായിട്ട് വെച്ച് പിന്നെ ഞാൻ ഇളക്കി കൊടുത്തു. ഇടയ്ക്കാണെങ്കിൽ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെക്കണം. നമ്മൾ എപ്പോഴും ആണെങ്കിൽ ഈ അടപ്പ് തുറന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം അടപ്പ് തുറന്ന് എടുക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ അടപ്പിലുള്ള വെള്ളമാണെങ്കിൽ ഈ എണ്ണയിൽ വീണിട്ടാണ് ഇത്രയും പൊട്ടിത്തെറിച്ചത് കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഈ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. ആ വഴുതനങ്ങ നന്നായിട്ട് വഴറ്റി വന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് പച്ചയ്ക്കാണ് കിടക്കുന്നെങ്കിൽ ഈ കറിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വഴുതനങ്ങ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ വഴുതനങ്ങ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അങ്ങനത്തെ വഴുതനങ്ങ എടുക്കുവാണെങ്കിൽ അതിനാണ് കുറച്ചുകൂടെ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഈ കറിക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ആ കറിയിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് നന്നായിട്ട് വന്നിട്ടുള്ളതും അങ്ങനെയാണ്. ഞാൻ ഇങ്ങനത്തെ ഈ ഒരു വഴുതനങ്ങയും അതുപോലെ തന്നെ നല്ല ചെറിയ വഴുതനങ്ങ ഉണ്ടല്ലോ, ഉരുണ്ടിരിക്കുന്ന ചെറിയ വഴുതനങ്ങ, ആ 2 വഴുതനങ്ങയും നോക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ള ചെറിയ വഴുതനങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കറിക്കാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വഴുതനങ്ങയെല്ലാം നമ്മൾ മാറ്റിയെടുത്ത് വെച്ചു. സെയിം ആ ഒരു എണ്ണയിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിലാണ്, അപ്പോൾ ആദ്യം തന്നെ നമ്മളാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ആ മസാലക്കൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കാതെ കുറച്ച് എണ്ണയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. കാരണം ഇപ്പം വീണ്ടും നമ്മൾ ഈ ഒരു വഴുതനങ്ങ വഴറ്റിയെടുത്ത എണ്ണയിലാണ് വീണ്ടും നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ കടുക് വറുത്തിടത്തില്ലേ, അതിന് പകരം നമ്മൾ ഇപ്പം ലാസ്റ്റിൽ കടുക് വറുത്തിടാതെ ഇപ്പം നമ്മൾ ആ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം നമ്മൾ എപ്പോഴും ആണെങ്കിൽ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം 1-2 ഗുണങ്ങളാണുള്ളത്. നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആണെങ്കിൽ ഈ ഒരു കറിയൊക്കെ ആണെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് കിടന്ന് തിളച്ച് അപ്പോൾ ആ കറിക്ക് വേറൊരു ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും. അപ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടാണെങ്കിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് വാളംപുളിയാണ്. വാളംപുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കും. പിന്നെ പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം. ചിലർക്ക് പുളിയാണെങ്കിൽ അധികം ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം പക്ഷേ ഈ ഒരു കറിക്ക് പുളി ഇല്ലാതെ ഒരു ടേസ്റ്റ് തോന്നത്തുമില്ല. അപ്പം നമ്മൾ പുളിയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം കൂടുകയും കുറയുകയും ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുളി, ഇങ്ങനെ ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ചൂടുവെള്ളത്തിൽ ഈ പുളി ഒന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അതിൻ്റെ ആണെങ്കിൽ പുളിയുടെ എല്ലാ സത്തും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു കറി അടക്കിച്ച് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചതിൻ്റെ എണ്ണമയം തെളിഞ്ഞ് വരുന്ന സമയത്ത് ഈ കറി നമുക്ക് റെഡിയായെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിനൊപ്പവും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാനായാലും ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഇത് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.